ഇന്നലെ രാത്രിയാണ് സുധീർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് പറയുന്നത്. അനുസ്മരണം. അപ്പം ഞാൻ ഓർത്തത് നമ്മളൊരു ഒരു ഒരു വ്യക്തിയെ, ഒരു എഴുത്തുകാരനെ ഓർക്കുമ്പോൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു തയ്യാറെടുപ്പുണ്ട്. ഞാൻ ഓർത്തത് ഇങ്ങനെ എവിടെ നിന്ന് നമ്മൾ ആ തയ്യാറെടുപ്പ് തുടങ്ങും എന്നാണ്. കാരണം എം.ടിയെ നമുക്ക് ഒരു ഏത് രീതിയിൽ എവിടെ നിന്ന് എന്തൊക്കെ അളവിൽ വായിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്രയും അധികമുണ്ട്. ഇവിടെ ഇപ്പൊ സംസാരിച്ച എല്ലാവരും തന്നെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പലരും ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ ബന്ധം ഉള്ള ആളുകളാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് അസൂയോടെ കേട്ടിരിക്കാം. എം ടിയെ പോലെ ഒരു വ്യക്തിയെ അടുത്തറിയാനും ഒരുപാട് സമയം ഒന്നിച്ച് സഹകരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ എനിക്ക് ഞാൻ പല വേദികളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എം.ടി പൊതുവെ സംസാരിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അല്ലെങ്കിലും നമ്മൾ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു സ്പേസ് കൊടുക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. നേരിട്ട് സംസാരിച്ച അല്ലെങ്കിൽ ഇടപഴകിയ രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന്, എം.ടിയുടെ ഈ സിനിമ പരിസരങ്ങൾ വെച്ച് നീളാനദിയും ചുറ്റുപാടും ഒക്കെ വെച്ച് അങ്ങനെ ഒരു പരിസരത്തെക്കുറിച്ച് അഞ്ജലി മേനോൻ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഡോക്യുമെന്ററി. അപ്പം ഞങ്ങൾ അതിൻ്റെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ആ പ്രോജക്റ്റ് പക്ഷെ പിന്നീട് നടന്നില്ല. അതിനുശേഷം ഞങ്ങൾ കെ.ജി. ജോർജിനെ കുറിച്ച് ഞാനൊരു ഡോക്യുമെന്ററിയുടെ ഭാഗമായിരുന്നു. അപ്പം കെ.ജി. ജോർജിൻ്റെ ഡോക്യുമെന്ററിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് എം.ടിയെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് 4 മണിക്ക് വീട്ടിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം സിത്താരയിൽ പോയി അവിടെ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് ഫ്ലാറ്റിൽ പോകുന്നത്. അപ്പോൾ ആ കൃത്യം സമയമാകുമ്പോൾ എം.ടി ഒരു ചായയും കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു എന്നാണ് ഓർമ്മ. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറയൊക്കെ വെച്ച് റെഡിയായി നിൽക്കുമ്പോൾ, സാധാരണ നമ്മളിത് ചെയ്യുമ്പോൾ, ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ പലരും ചിലപ്പോൾ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന കാര്യം ആണ് സംസാരിക്കേണ്ടത് എന്നുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്. എം.ടിയുടെ പതിവ് ശൈലിയിലുള്ള ഇരുത്തം ഇരുന്നിട്ട് ഒറ്റൊരു കാര്യം ചോദിച്ചുള്ളൂ. സ്വപ്നാടനം ഇറങ്ങിയത് 75-ലാണോ 76-ലാണോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഏറ്റവും ഭംഗിയായി ഏറ്റവും ആഴത്തിൽ സംസാരിച്ച ഒരാൾ എം.ടി ആണ്. കൃത്യമായിട്ട് കെ.ജി. ജോർജ് എന്ന ഡയറക്ടർ അയാളുടെ സിനിമകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ഇത് പറയാൻ കാരണം ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ. അപ്പോഴാണ് ആളുകൾ എങ്ങനെ നമ്മളോട് പെരുമാറുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാവുക. എം.ടി തീർത്തും പ്രൊഫഷണലായിട്ട് ഇന്ന സമയം പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് എത്തുമ്പോഴേക്കും എം.ടി അതിന് റെഡിയാണ്. ബാക്കി പലരും നമ്മളെ ഒരുപാട് നേരം കാത്തു നിർത്തിയിട്ടുണ്ട്. അത്ര നല്ലതല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ആരോടും സംസാരിക്കില്ല, അല്ലെങ്കിൽ ആരഗന്റ് ആണ് എന്നൊക്കെ മലയാളി വിളിച്ചിരുന്ന ഒരാള് എത്ര കൃത്യമായിട്ടാണ്, എത്ര നന്നായിട്ടാണ് ഇടപഴകിയ എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ എം.ടിയെ കുറിച്ച് എന്താണ് സംസാരിക്കേണ്ടത്? എം.ടി എന്ന എഴുത്തുകാരനെ കുറിച്ച് പറയണോ, സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ച് പറയണോ, സംവിധായകനെ കുറിച്ച് പറയണോ, മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഡിറ്ററെ കുറിച്ച് പറയണോ, അതല്ല മലയാളിയുടെ ഇന്റലക്ട് എന്നുള്ള രീതിയിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പറയണം? നമുക്കിത് ഏതും പറയാം. അത്ര അധികം പറയാനുണ്ട്. വിയോജിപ്പുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വായനയിലും എനിക്ക് ഈ പറയുന്ന വ്യക്തിപരമായ വേറെ ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് തീർത്തും ഒരു വായനക്കാരി അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ആൾ എന്നുള്ള രീതിയിൽ സംസാരിക്കാം. വേറെ ഭാരങ്ങളില്ല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് വിയോജിപ്പ് തോന്നിയ എഴുത്തുകൾ ഉണ്ടാവാം. പക്ഷെ എഴുത്തിന് ഇത്രയും, അതായത് മലയാളത്തിൽ പ്രത്യേകിച്ചും, മലയാളം വളരെ ചെറിയ ഒരു ഭാഷയും ചെറിയൊരു പ്രദേശവുമാണ്, ഏറ്റവും ചെറിയ പ്രദേശമാണ്, ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഈ ഭാഷയിൽ എഴുതിയിട്ട് ഒരു എഴുത്തുകാരിക്ക് തലയുയർത്തിപ്പിടിച്ച് നിൽക്കാം, അഭിമാനത്തോടെ ആ പേരിൽ നിലനിൽക്കാം എന്ന് കാണിച്ചെന്ന ഈ അക്ഷരങ്ങളുടെ ഒരു ശക്തിയും കരുത്തും കാണിച്ചെന്ന വ്യക്തിയും കൂടെയാണ്. എം.ടി മരിച്ചത് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം പോട്ടെ, ഇന്ത്യയിൽ തന്നെ എത്ര എഴുത്തുകാർ ഈ മരണപ്പെട്ടു കഴിഞ്ഞാൽ BBC പോലെ ഒരു ലോകമാധ്യമം അതിനെ റിപ്പോർട്ട് ചെയ്യും. എം.ടിയുടെ വിയോഗം കൃത്യമായിട്ട് BBC ന്യൂസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേച്ചറിലേക്ക്, അത്രയും വലുപ്പത്തിലേക്ക് ഒരു എഴുത്തുകാരും എത്തില്ല എന്ന് തോന്നുന്നു. കാരണം നമുക്ക് എം.ടിയെ
നമുക്ക് പ്രഗത്ഭരായ എഴുത്തുകാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ പറയുന്ന എഴുത്ത് മാത്രമല്ല, അതിൽ ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിലും കേരളത്തിലുമൊക്കെ അവാർഡുകൾ നേടിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റുകളുണ്ട്. നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡയലോഗോ അല്ലെങ്കിൽ കഥകളിലെയോ നോവലിലെയോ ഒരു വാചകമോ ഓർക്കാതെയോ പറയാതെയോ നമ്മൾ പോവില്ല. കാരണം അത്രയധികം എല്ലാ രീതിയിലും ഇപ്പം ബഷീറും പൊറ്റക്കാടും തകഴിയൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഈ നമുക്ക് സ്വാതന്ത്ര്യ സമരവും നവോത്ഥാനവും എല്ലാം വരുമ്പോൾ അവരുടെ എഴുത്തിലും അതായിരുന്നു. അതിൻ്റെ ഒരു 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 റെസനൻസ് അതിൽ കാണാം. അത് കഴിഞ്ഞ് MT എഴുതാൻ വരുമ്പോഴേക്കും MT തികച്ചും ഏകാഗിയായ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മാറി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ആ വ്യക്തിയെ ആ മൗനമായിട്ട് ഇരിക്കുന്നത് അത് അയാൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇടമാണ്. ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ അത് ഒരാൾക്ക് ആവശ്യമുള്ളതാണ്. നിരന്തരം സംസാരിക്കുകയോ ആളുകളോട് ഇടപഴകുകയോ ചെയ്യണമെന്നില്ല. അയാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ MT എപ്പോഴും ഉള്ളിലേക്കാണ് നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വായനയിൽ, എൻ്റെ പരിമിതമായ വായനയിൽ, അല്ലെങ്കിൽ ഞാൻ MTയെ വായിച്ചതിൽ നിന്ന് ഈ പറയുന്ന ബഷീറും വരും എല്ലാം എഴുതുന്നതിൽ നിന്ന് ഒരു പക്ഷെ ആ നവോത്ഥാനം ആ കാലം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത് കൊണ്ടായിരിക്കാം MTയുടെ സഞ്ചാരങ്ങൾ എപ്പോഴും ഈ വ്യക്തികളുടെ ഉള്ളിലേക്കാണ്. ഇപ്പം രണ്ടാമൂഴത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, കഥയാണ്, എല്ലാം നമുക്കറിയാം. പക്ഷെ അതിൽ ഭീമന്റെ ഉള്ളിലേക്കുള്ള അയാളുടെ ആത്മസംഘർഷങ്ങളും അയാളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് MT പറയാൻ ശ്രമിച്ചത്. അപ്പം നമുക്കറിയുന്ന ഒരു കഥയെ അത്രയും കാലങ്ങൾ വായിച്ചറിഞ്ഞ ഒരു കഥാപരിസരത്തെ തീർത്തും ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സഞ്ചാരത്തിലൂടെയാണ് അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത് സിനിമയിലേക്ക് വരുമ്പോഴും ചെയ്യാത്ത ഒരു ജോൺർ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ കവിത ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ MT എഴുതിയിട്ടുമുണ്ട്. ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ ഈ പറയുന്ന കവിത എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോറി, സിനിമാ ഗാനം എഴുതി എനിക്കറിയാം, കവിതയുടെ അറിയില്ല. അപ്പം ഈ പറയുന്ന ചിലർ സ്ത്രീ വിരുദ്ധമായ ഡയലോഗുകൾ എന്ന് പറയുന്നതും ഉണ്ട്. ഇന്നലെ കൂടെ ഒരു സുഹൃത്തുമായിട്ട് അതൊരു തർക്കം നടന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ സൊസൈറ്റിയിൽ ഇതൊക്കെ ഇല്ലേ? നമ്മളൊരു ഉട്ടോപ്യൻ കാലത്തെ കുറിച്ചല്ലല്ലോ എഴുതുന്നത്. ആ ചുറ്റുപാടും കണ്ട ലോകത്തെ അത് കൃത്യമായിട്ട് ഇപ്പം എനിക്കൊന്ന് സാമുവൽ ബക്കറ്റ് ഒക്കെ ആ സമയത്താണ് അവിടെ വെയിറ്റിംഗ് ഫോർ ഗോദോ ഒക്കെ എഴുതുന്നത്. MT ഈ പറയുന്ന MTക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടില്ല അയാളുടെ ജീവിത പരിസരങ്ങളിൽ അയാൾ കണ്ട മനുഷ്യരെ അയാൾ അറിഞ്ഞ ആ കാര്യങ്ങളാണ് എഴുതിയത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ അത്രയും പ്രിയത്തോടെ വായിച്ച് നമുക്കറിയാം ഇത് നമ്മുടെയൊക്കെ ഏതൊക്കെയോ പരിസരങ്ങളിലൂടെ പോകുന്നതാണെന്ന് നമുക്ക് തോന്നലുകൊണ്ടായിരിക്കാം. MT എന്ന എഡിറ്റർ ഏറ്റവും നല്ല എഴുത്തുകാരെ കണ്ടെത്തിയ ആളാണ്. മോഡേണിറ്റി, ആധുനികത മലയാളത്തിൽ വരുമ്പം MT പക്ഷെ ആ ആധുനികതയിലേക്ക് പോയിട്ടില്ല. MTക്ക് എപ്പോഴും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഴുതാൻ തോന്നുന്ന ഒരു കാര്യത്തിലാണ് നിന്നത്. അതേസമയം ഈ പറയുന്ന ആധുനികതയുടെ എഴുത്തുകാരെയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിൽ മറ്റുള്ളവരുടെ രചനകളൊക്കെ വരുന്ന സമയത്ത് MTയുടെ ഒരു കഥ എങ്ങാനുമാണ് ആ സമയത്ത് മാതൃഭൂമി ആഴ്ചപ്പതിൽ വന്നതെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്, തെറ്റായിരിക്കാം. മറ്റ് പ്രസിദ്ധീകരണങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പം കൂടെയുള്ളവർക്ക്, പുതുതായി വരുന്നവർക്കൊക്കെ അതേപോലെ സ്പേസ് കൊടുക്കുകയും അവരെ കണ്ടെത്തി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും അങ്ങനെ ഈ എഴുത്തുമായിട്ട് ഈ പറയുന്ന പത്രാധിപർ എന്ന നിലയിൽ ഏറ്റവും പ്രഗത്ഭമായി ആ ഒരു പദവി വഹിക്കുകയും ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളൊരു എഡിറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും ബഹുമാനത്തോടെ ഓർക്കുന്ന ഒരു വ്യക്തിയോടെയാണ് MT. ഇങ്ങനെ വായനക്കാരി എന്ന നിലയിൽ പറയാൻ തുടങ്ങിയതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു വാചകം പറഞ്ഞ് നിർത്താൻ തോന്നുന്നു. കണ്ണാന്തളി പൂക്കളുടെ കാലമാണ് കഥ എന്നാണ് എൻ്റെ ഓർമ്മ. അതിലൊരു വാചകമുണ്ട്, എത്ര നിറങ്ങളും ഗന്ധങ്ങളും വിസ്മയങ്ങളുമാണ് നമുക്ക് ഇല്ലാതാവുന്നത്. അങ്ങനെ ഒരു വലിയ വിസ്മയം നമുക്ക് ഇല്ലാതായി എന്ന് ഞാൻ പറയില്ല. അത് ഈ എഴുത്തും സിനിമയും ഈ വായനക്കാരും അല്ലെങ്കിൽ പ്രേക്ഷകരും ഉള്ളിടത്തോളം കാലം ആ വിസ്മയം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. താങ്ക് യു.